ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണ് കേട്ടോ. ചേച്ചീൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ് പോയതാണ്. പിന്നെ ഇന്നാണ് ഇപ്പോൾ വരുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്കത്തെ ചോറൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോരാൻ നേരം ചായക്ക് വേണ്ടിയിട്ട് ചേച്ചീൻ്റെ സ്പെഷ്യലായിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കുകയാണ്. എൻ്റെ ചേച്ചി അതിനെ കൊണ്ട് ഞാൻ പൊക്കി പറയുന്നല്ല, ഉണ്ടാക്കണ പഴംപൊരി ഉണ്ടല്ലോ അടിപൊളിയാണ്. അപ്പം ഇനി പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ മൈദപ്പൊടി വേണേ, പിന്നെ കുറച്ച് അരിപ്പൊടി, കുറച്ച് കടലപ്പൊടി, അതിലേക്ക് പിന്നെ കുറച്ച് പഞ്ചസാര വേണം, അതേപോലെ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു അപ്പക്കാരും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതും കൂടെ ആക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം. ഇത്ര ആയപ്പോഴത്തേനും ശീതേട്ടൻ പിന്നെ പോവാന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടാൻ തുടങ്ങി. അപ്പോഴേക്കും പിന്നെ തീരെ സമയമില്ല കേട്ടോ. പിന്നെ ശീതേട്ടൻ തന്നെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ ഞങ്ങളൊരു എടി പിടി എന്നിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങി. ഉണ്ടാക്കിയ പഴംപൊരിക്ക് ഓരോന്ന് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് വെച്ച് ഇതൊന്നും എടുത്ത് തിന്നാനുള്ള ടൈമില്ല കേട്ടോ. നല്ല ചൂടല്ലേ. ചൂടോടെ എങ്ങനെ എടുത്ത് തിന്നിക്കുകയാണെങ്കിൽ അണ്ടകടാഹം വരെ പൊള്ളി പോകും. അതിനെക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് എല്ലാം കൂടെ ഒരു വാഴൻ്റെ ഇലയിൽ ഇട്ടിട്ട് പൊതിഞ്ഞിങ്ങോട്ട് എടുത്ത് പിന്നെ ഞങ്ങൾ ഓട്ടോന്നാണ് ബാക്കി കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.